ഹായ് ഗായ്സ് വെൽക്കം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് ലെഗ് ഡേ ആണ്. അപ്പോൾ ലെഗിൻ്റെ കംപ്ലീറ്റ് ലെഗ് ഡേ വർക്കൗട്ട് റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. അതായത് 4 വർക്കൗട്ട്, സ്ക്വാട്ട്, ബൾഗറി സ്പ്ലിറ്റ് സ്ക്വാട്ട് ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻ, പിന്നെ സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. ഇതാണ് നോർമലി ഞാൻ എൻ്റെ ലെഗ് റൂട്ടീനിൽ ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് ഒരു കാഫ് റൈസ് വർക്കൗട്ട് ചെയ്യും. ദെൻ സ്ട്രെച്ചിങ് നിർബന്ധമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞായിട്ട് നിർബന്ധമായിട്ടും സ്ട്രെച്ചിങ് ചെയ്യണം. അതായത് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങളെ സർക്കുലേഷൻ കൂടും ആൻഡ് ഫ്ലെക്സിബിലിറ്റി, റിക്കവറി ഫാസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെഗ് വർക്കൗട്ട് സ്ക്വാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നോർമലി ഡീപ്പ് സ്ക്വാട്ടാണ് ചെയ്യാറ്. ഓക്കെ, ഡീപ്പ് സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫൂട്ട് വെക്കുന്ന സമയത്ത് ഷോൾഡർ വിത്ത് വെക്കുക. കറക്റ്റ് സ്ട്രേറ്റ് വെക്കരുത്, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് ചെസ്റ്റ് അപ്പ്, full deep squat. Okay, ഞാനിപ്പോൾ ഒരു 4 month ആയിട്ട് ഈ സെയിം വർക്കൗട്ട് ചെയ്യുന്നത് ലെഗിന്. ഞാൻ ലെഗ് പ്രസ് ചെയ്യൽ വളരെ കുറവാണ്. മന്ത്ലി വൺസ് അങ്ങനെയൊക്കെ ലെഗ് പ്രസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത വർക്കൗട്ട് ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പോസ്റ്റർ കാണിച്ചു തരാം. ഒരുപാട് ആൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ഏതെങ്കിലും നോർമൽ ബെഞ്ച് എടുത്തിട്ട്, ഞാൻ നോർമലി ഇതുപോലുള്ള ഇതിൻ്റെ ജോയിൻറ്റിൽ അവിടെ ആകുമ്പോൾ ഒന്നുകൂടി ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെഞ്ച് ഇൻക്ലൈൻ ബെഞ്ച് ആക്കാൻ പറ്റുന്ന ടൈപ്പാണെങ്കിൽ ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തിട്ട് ഇതിലെന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ ഈ ബെൻഡിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ നോർമൽ ചെയ്യുന്നത് നമ്മൾ നോർമൽ ഷോൾഡർ പൊസിഷനിൽ ഫുട്ട് ലാൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആംഗിൾ കറക്റ്റ് ഈ ജോയിൻറ്റിൽ വരുന്ന രീതിയിൽ വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ കോഡ്സ് ഫുൾ സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 90 ഡിഗ്രി വരണം. ഓക്കെ, ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഫുട്ട് വെക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഒരു കയ്യിൽ വെയിറ്റ് ഹോൾഡ് ചെയ്യാം. നോർമൽ 2 കയ്യിലും ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഞാൻ സിംഗിൾ ഹാൻഡിലാണ് ഹോൾഡ് ചെയ്യാറ്. ഓക്കെ, ഫുൾ അപ്പ് ദെൻ ഫുൾ സ്ട്രെച്ച്. ഓക്കെ, കോഡ് ഫുൾ സ്ട്രെച്ച് ആണോ, അതുപോലെ ഫുൾ ഡൗൺ 90 ഡിഗ്രി വരണം. അപ്പ് ഡൗൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും 4 സെറ്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. ഈച്ച് ലെഗ് 12. ഓക്കെ,
സെയിം ലെഗ് സ്വിച്ച് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ഈ പോസ്റ്റിൽ നിന്നതിന് ശേഷമാണ് വെയിറ്റ് എടുക്കാൻ. ഓക്കെ, പോസ്റ്റ് കറക്റ്റ് ആക്കി വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആ സ്ട്രെച്ചിങ് കിട്ടുന്നുണ്ടെങ്കിൽ വെയിറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. Done. 4 sets. ഇനി നമ്മൾ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്, ദെൻ കാഫ് റൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ തേർഡ് വർക്കൗട്ടാണ് ലെഗ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഇതും ഞാൻ ചെയ്യുന്ന 4 സെറ്റ്സ് ആണ്, 12 to 15 റെപ്പിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ ലാസ്റ്റ് വർക്കൗട്ടാണ് സ്റ്റിഫ് ലെഗ് ഡെഡ് ലിഫ്റ്റ്. ഓക്കെ, ഹാംസ്ട്രിങ് ആൻഡ് ഗ്ലൂട്ട്സ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ ചെയ്യുന്ന 5 സെറ്റ്സ് ആണ്, 12 to 15 റെപ്പിറ്റേഷൻ. ഓക്കെ, ഇതിലും ഞാൻ ഓവർ വെയിറ്റ് ചെയ്യാറില്ല, മാക്സിമം ഫുൾ റേഞ്ച് ഓഫ് മോഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നീ ഓവർ ബെൻഡ് ചെയ്യരുത്, ഒരു സ്ട്രേറ്റ്ലി ബെൻഡ് കീപ്പ് ചെയ്തിട്ട് ഫുൾ സ്ട്രെച്ച് ചെയ്താൽ നിങ്ങൾ ഹാംസ്ട്രിങ് ഫുൾ ആക്റ്റീവ് ആവും. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക് സ്ട്രെയിറ്റ് ചെയ്യണം, ബാക്ക് ഒരിക്കലും ബെൻഡായിട്ട് പോകരുത്. ബാക്ക് ലോവർ ബാക്ക് ആർച്ച് ചെയ്യുക, ഹിപ്പ് ബെൻഡ് ചെയ്യുക, ഫുൾ മാക്സിമം എത്ര പറ്റുമോ അത്രയും സ്ട്രെച്ച് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഹാംസ്ട്രിങ് ഗ്ലൂട്ട്സ് ആക്റ്റീവ് ആവും. നമ്മൾ ലാസ്റ്റ് സെറ്റാണ്, ഇത് കഴിഞ്ഞാൽ കാഫ്, അത് കഴിഞ്ഞാൽ വർക്കൗട്ട് കഴിഞ്ഞ് പിന്നെ സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ലാസ്റ്റ് വർക്കൗട്ടാണ് സ്റ്റാൻഡിങ് കാഫ് റൈസ്. ഓക്കെ, 4 സെറ്റ്സ് 20 reps. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ലെഗ് വർക്കൗട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്ന സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ ലെഗ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട സംഭവം. അതായത് എൻ്റെ ലെഗ് എത്രയും ബെറ്റർ ആവാൻ മെയിൻ റീസൺ, ഞാൻ എവറി ഡേ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്യാണ്ട് ഒരു ദിവസം പോലും ഞാൻ പോകാറില്ല ജിമ്മിൽ. ഓക്കെ, അപ്പോൾ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മസിൽസ് കൂടുതൽ ഫ്ലെക്സിബിൾ ആവും ആൻഡ് ബ്ലഡ് സർക്കുലേഷൻ കൂടും, അതുപോലെ തന്നെ റിക്കവറി ഫാസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഫ്ലെക്സിബിൾ ആവുന്നതനുസരിച്ച് എനിക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാംസ്ട്രിങ് സ്ട്രെച്ചിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന മാതിരി ചെയ്യുക. ഫസ്റ്റ് ലെഗ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ടോ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നീ റേസ് ചെയ്യരുത്, നീ സ്ട്രേറ്റ് ചെയ്ത് വെച്ചിട്ട് മാക്സിമം സ്ട്രേറ്റ്, ദെൻ അപ്പർ ബോഡി ഫുൾ ഡൗൺ, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതൊരു 2-3 റൗണ്ട്സ് ചെയ്യാം. എവറി സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ഒരു 2 റൗണ്ട്സ് 10 സെക്കൻഡ് വെച്ചിട്ട് ചെയ്യാം. ദെൻ ലെഗ് ഓപ്പൺ ചെയ്യാം,
മാക്സിമം നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുമ്പോഴും നീ റേസ് ചെയ്യരുത്. ഓക്കെ, then go right. അതുപോലെ തന്നെ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ, തേർഡ് വൺ ക്വാഡ്രിസെപ്സിൻ്റെ സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ടോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോറി, ഹീൽ ഓപ്പൺ ചെയ്യാം മാക്സിമം. എന്നിട്ട് നീ ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫുള്ളായിട്ട് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങളെ കൊണ്ട് എത്ര പറ്റുമോ അത്ര പോകാം. പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ ഫ്ലെക്സിബിൾ ആവാൻ പറ്റും. ഓക്കെ, ഇത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഇത് ഇത്ര ഫുൾ ഡൗൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് എത്ര പറ്റുമോ ഫസ്റ്റ് നിങ്ങൾക്ക് ഇത്ര പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബാക്കോട്ട് പുഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പോയി നിങ്ങൾക്ക് മാക്സിമം ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ നീ ഓപ്പൺ ചെയ്യരുത്. ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കോഡിൽ സ്ട്രെച്ചിങ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നീ ക്ലോസ് ചെയ്യുക, ഹീൽ ഓപ്പൺ ചെയ്യുക, ഗോ ബാക്ക്. ദെൻ ക്വാഡ്രിസെപ്സിന് ഞാൻ ചെയ്യുന്ന വേറൊരു സ്ട്രെച്ചിങ് ആണ്. നീ പോസ്റ്റിൽ നിൽക്കുക, എന്നിട്ട് ലെഫ്റ്റ് ലെഗ് ഫോർവേഡ്. ഓക്കെ, 90 ഡിഗ്രി. എന്നിട്ട് നിങ്ങൾ റൈറ്റ് ലെഗ് ബാക്കിലൂടെ ഹോൾഡ് ചെയ്യുക, മാക്സിമം ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഹിപ്പ് കുറച്ച് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, ഇത് ചെയ്യുമ്പോഴും മാക്സിമം പുഷ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാഡ്രിസെപ്സിൽ സ്ട്രെച്ചിങ് കിട്ടും. ഓക്കെ, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. Okay, then another side. പിന്നെ ഞാൻ ചെയ്യുന്ന ഇതുപോലെ തന്നെ നീ പോസ്റ്റിൽ വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് ഇന്നർ തൈ ആണ് കൂടുതൽ സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്രയും ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നീ എൽബോ ഹോൾഡ് ചെയ്യുക ഫ്ലോറിൽ. എന്നിട്ട് ഹിപ്പ് ബാക്കോട്ട് പുഷ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. സെയിം ഓപ്പോസിറ്റ് സൈഡ്. നിങ്ങളെ കൊണ്ട് എത്ര മാക്സിമം ഓപ്പൺ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ട്രെച്ചിങ് കിട്ടും. എൽബോ ഫ്ലോറിൽ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ബാക്കോട്ട് ഹിപ്പ് പുഷ് ചെയ്യുക. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കാഫിന് ചെയ്യുന്നതാണ്. നോർമൽ പുഷപ്പ് പൊസിഷനിൽ നിൽക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫുട്ട് ഫ്ലാറ്റ് ആക്കുക, ബാക്കോട്ട് പുഷ് ചെയ്യുക, നീ സ്ട്രൈറ്റ് ചെയ്യുക, ബാക്ക് സ്ട്രൈറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പം നീ ബെൻഡ് ചെയ്യരുത്. ഓക്കെ, ഡൺ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ കംപ്ലീറ്റ് എൻ്റെ ലെഗ് വർക്കൗട്ട് റൂട്ടീൻ. ഓക്കെ, 4 വർക്കൗട്ട്. ഞാൻ നോർമലി ലെഗ് പ്രസ് ചെയ്യാറുണ്ട്, മന്ത്ലി വൺസ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. കൂടുതൽ മെഷീൻസ് ചെയ്യുന്നതിനെക്കാട്ടി ഞാൻ കൂടുതൽ ഫ്രീ വെയിറ്റ് എക്സസൈസ് ചെയ്യില്ല, ബാർബിൾ ഡംബിൾ യൂസ് ചെയ്തിട്ടുള്ള. ഓക്കെ, കുറച്ചും കൂടി സേഫായിട്ട് എനിക്കതാ തോന്നിയിട്ടില്ലേ. കുറേ ആൾക്കാരുടെ ലെഗ് പ്രസ് എല്ലാം ഒരുപാട് വെയിറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ 2 ആളെ കയറ്റിയിരുത്തി ചെറിയ റേഞ്ച് ഓഫ് മോഷൻ ഇല്ല. അതൊന്നും അതിൻ്റെ എന്താ യൂസ് എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ നിങ്ങൾക്ക് നിങ്ങളെ മസിൽ കറക്റ്റ് ആക്റ്റീവ് ആകുന്നില്ല. അത് ജസ്റ്റ് ഒരു ഷോ ഓഫ് മാത്രമേ ഞാൻ പറയുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ പ്രോപ്പറായിട്ട് ചെയ്യണം. ഓക്കെ, അല്ലാണ്ട് കുറേ വെയിറ്റ് ഇട്ടിട്ട് ഹെവി വെയിറ്റ് ഇട്ടിട്ട് 4 ആളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.